തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ശക്തമായ മഴ. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. മനേഷ്, മിഗ്ജോം ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആകെ നാശകോശമായതാണ് ആ പ്രദേശം. പലയിടങ്ങളിലും ഇപ്പോഴും ആ ഒരു പഴയ നിലയിലേക്ക് തിരിച്ചു വരാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനത. അപ്പോൾ ഈ പുതിയ മഴയുടെ സാഹചര്യം, ഇപ്പോഴത്തെ ഒരു കെടുതി എങ്ങനെയാണ് അവരെ ബാധിക്കുക? ഒപ്പം മുന്നൊരുക്കങ്ങൾ, മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശമൊക്കെ. ഗൂഗിൾ, മിഗ്ജോം ചുഴലിക്കാറ്റ് കാര്യമായി ബാധിച്ചത് ചെന്നൈ ഉൾപ്പെടെയുള്ള 4 ജില്ലകളെയായിരുന്നു. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, അതുപോലെ തന്നെ തിരുവള്ളൂർ, ഈ മേഖലകളെയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും കരകയറി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള അലേർട്ടുകൾ വന്നിരിക്കുന്നത് തീരദേശ മേഖലകളിലാണ്. അത് കന്യാകുമാരി തുടങ്ങിയ മേഖലകൾ, കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി, അതുപോലെ തന്നെ തൂത്തുക്കുടി, ഈ 4 മേഖലകളിലാണ് ഇന്നിപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഈ 4 ജില്ലകളിലും കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കന്യാകുമാരിയിലേക്ക് വന്നാൽ നിരവധി റോഡുകൾ, മയിലാടി, പോത്തൈ, ഇച്ചിറക്കുളം തുടങ്ങിയ നിരവധി റോഡുകൾ ഇപ്പോഴും വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച ഒരു നിലയിലാണുള്ളത്. താമരഭരണി, പാപനാശം തുടങ്ങിയ ഡാമുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ 30,000 ഘനയടി വെള്ളം ഇന്ന് തുറന്നുവിടാനുള്ളൊരു സാധ്യത കൂടി ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. കാരണം അതിൽ കൂടുതൽ താങ്ങാൻ കഴിയില്ല, ഡാമുകൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 30,000 ഘനയടി വെള്ളം തുറന്നുവിടാനുള്ളൊരു സാധ്യത. അങ്ങനെയെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് കന്യാകുമാരിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. തിരുനെൽവേലിയിലേക്ക് വന്നാൽ തിരുനെൽവേലി, തിസൈൻവിള, മഞ്ചോല ഹിൽസ്, അതുപോലെ കൂടംകുളം തുടങ്ങിയ പനക്കുടി, ചിദംബരപുരം, കലക്കാട്, മൂലക്കരപ്പെട്ടി തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ തോതിൽ മഴയുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിലൊക്കെ റോഡുകളിലൊക്കെ വെള്ളം കയറി വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുനെൽവേലിയിൽ തന്നെ സെൻട്രൽ സർക്കാർ ആശുപത്രി, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, പ്രധാന ബസ് സ്റ്റാൻഡിലെല്ലാം തന്നെ വെള്ളം കയറി ടൗണിൻ്റെ ശരിക്കും ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്ന തരത്തിലാണ് തിരുനെൽവേലിയിൽ വെള്ളക്കെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തിരുനെൽവേലിയിൽ ഇറങ്ങേണ്ട 2 വിമാനങ്ങൾ ഇപ്പോൾ ഇന്ന് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 2 വിമാനങ്ങൾ മധുര വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. തൂത്തുക്കുടിയിലും സമാനമായ രീതിയിലാണ് സാഹചര്യം. സാത്താൻകുടി, അതുപോലെ തേർക്കൻകുളം, കോവിൽപ്പെട്ടി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. റോഡുകളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു നിലയാണ് തൂത്തുക്കുടിയിൽ ഉള്ളത്. തെങ്കാശിയിലാണെങ്കിൽ പ്രധാന പ്രശ്നം, തെങ്കാശിയിൽ മണിമുത്താർ നദി കരകവിഞ്ഞതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ആ നദിക്കരയിലുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 4 ജില്ലകളിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ ഇടപെടുന്നതിന് വേണ്ടി എല്ലാ സർവ്വ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. NDRFിൻ്റെ 3 സംഘങ്ങൾ തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും കന്യാകുമാരിയിലുമായി എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ഈ 4 ജില്ലകൾക്ക് പുറമെ മയിലാടുതുറയിലും തിരുവാരൂരിലും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്നുമുണ്ട്. ഗോകുൽ, ശരി, തമിഴ്നാട്ടിൽ സമാനമാണ്. അവിടെ ശക്തമായ മഴ പെയ്യുന്നു. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി എന്നീ 4 ജില്ലകളിലാണ് കാര്യമായ മുന്നറിയിപ്പും കാര്യമായ മുൻകരുതലുമുള്ളത്. ഈ തീരമേഖല ഉൾപ്പെടെ കാര്യമായി ഈ മഴയിൽ ബാധിക്കും എന്നതാണ് അവിടുത്തെ സാഹചര്യം. റോഡ് ഗതാഗതത്തെ പലയിടത്തും വെള്ളക്കെട്ട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് തമിഴ്നാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.